എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ത്യൻ ഹിയർ. ഞാൻ ബ്ലോഗ് ചെയ്തിട്ടൊന്നും പരിചയമില്ല. എനിക്ക് ബ്ലോഗിങ് ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഈ ചാനൽ കഴിഞ്ഞ ദിവസം എൻ്റെ പേഴ്സണൽ എക്സ്പ്ലോറിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഞാനിന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇന്നത്തെ എൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എനിക്ക് എക്സ്പ്ലോർ ചെയ്യേണ്ടതായിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാനിങ്ങനെ യൂട്യൂബ് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദർ ഈസ് എ ലോട്ട് ഓഫ് നമ്മുടെ ഒരു സമാധിയുടെ കേസ് കേട്ടുകൊണ്ടിരുന്നു. അതിനുശേഷം അതോടൊപ്പം ചില യൂട്യൂബ് വീഡിയോകൾ നമ്മുടെ എന്നല്ല മുസ്ലിമിലുള്ള ഒരു വിഭാഗിക ചില ആളുകൾ ഫോൺ ചെയ്യുന്ന അത് മുസ്ലിമുകളെ കുറിച്ച് മോശമായിട്ട് പറയും. അപ്പം എനിക്ക് ഇന്നുണ്ടായൊരു തോട്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ മനുഷ്യർ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തോ ഒരു സ്വപ്നത്തിൻ്റെയൊക്കെ പിന്നാലെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു. കുറേ മതപ്രശ്നങ്ങൾ, കുറേ മീഡിയക്കാരുടെ ഒരു കുറേ റീൽസുകൾ, കുറേ സംഭവം ശരിയാണ്. ഇതൊക്കെ ഇപ്പം നമ്മൾ കറൻ്റ്ലി ജീവിക്കുന്ന ലൈഫിൽ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ നമുക്ക് ദോഷം വരുന്ന കുറേ ആളുകളെന്ന് പറഞ്ഞാൽ ഈ മൊബൈലും ഇതുപോലുള്ള നമ്മുടെ ഈ പുതിയ ഒരു ജനറേഷൻ്റെ അല്ലെങ്കിൽ പുതിയ ഒരു അഡ്വാൻസ്ഡ് തിങ്ങിൻ്റെ ഒരു അവസ്ഥ കൊണ്ട് ശരിക്കും പെട്ടിരിക്കുന്നത് പുതിയ വരുന്ന കുട്ടികളാണ്, മക്കൾക്കാണ്. ചെറിയ ചെറിയ മക്കൾക്കാണ് ഇതിൻ്റെ ശരിയായ ദോഷം. നമ്മൾക്ക് പിന്നെയും 90s അല്ലെങ്കിൽ 2000s ടീം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾക്ക് കുറച്ചെങ്കിലും നമ്മൾ ജീവിച്ചു, അല്ലെങ്കിൽ ഒരു സാധാരണ നമ്മളെ പൂർവികരൊക്കെ ജീവിച്ചതിലും കുറച്ചൊക്കെ നമ്മളും പറമ്പും പാടവും വീടും കാര്യവും അങ്ങനെ നമ്മളൊരു നോർമൽ ലൈഫിൽ അതൊക്കെ നമ്മൾ ജീവിച്ചു. ഇനി വരാൻ പോകുന്നവരാണ് ഈ പ്രശ്നം. ഇനി എൻ്റെ പോയിൻ്റ് ഇതല്ല. എൻ്റെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇല്ലാത്ത കുറേ പ്രശ്നങ്ങളുടെ പിന്നാലെ ഓടിയിട്ടും, അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ മതങ്ങളായിക്കോട്ടെ, നമ്മളെന്തിനീ മതം ഏതും ആയിക്കോട്ടെ, നമ്മളുടെ പൂർവികരിൽ തന്നെ കുറേ ആൾക്കാർ മതം ഏതും ആയിക്കോട്ടെ മനുഷ്യൻ നന്നായാൽ മതി ഇതൊക്കെ നമ്മൾ പറഞ്ഞു നടപ്പുണ്ട്. എന്നാൽ കൂടി ഇപ്പോഴും യൂട്യൂബിലായിക്കോട്ടെ പലരിലായിക്കോട്ടെ മതങ്ങളെക്കുറിച്ചിട്ട് ശരിക്കും പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് ഞാൻ പറഞ്ഞത്. നമ്മളുടെ ഒരു പ്രോഗ്രാം ഉണ്ടോ നിങ്ങൾ ഈ ബിഗ് ബോസ് പോലുള്ള പരിപാടികൾ നിങ്ങളുണ്ട്, ഇതിലൊക്കെ ഒരു സൂചനയാണ് നമുക്ക്. അതായത് നമ്മൾ കുറച്ചും കൂടി കഴിയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു ദിവസം നമ്മുടെ മനുഷ്യഗണത്തിൽപ്പെട്ട നമ്മുടെ അന്ധകൻ, ഏതെങ്കിലും ഒരു അന്ധകൻ എവിടെയോ ഇരുന്നു കൊണ്ട് ഈ മൊബൈൽ എന്ന് പറയുന്ന സാധനം, ഈ ക്യാമറ എന്ന് പറയുന്നത് ഇപ്പം ആദ്യം ബ്രാൻഡുകളും കാര്യങ്ങളും, ഇപ്പം ബ്രാൻഡും അങ്ങനെയുള്ളൊന്നുമില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ ഏതും, അതായത് ചൈനയിൽ നിന്നും പലയിടങ്ങളിൽ നിന്നും ഏതൊക്കെ കാരണം ഞാൻ എവിടെയോ വായിച്ചിട്ടോ അല്ലെങ്കിൽ കേട്ടിട്ടോ ഒരു അറിവുണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് ടെലിവിഷൻ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾക്ക് വന്ന ഒരു മാധ്യമ ഇതെന്ന് പറഞ്ഞാൽ ടെലിവിഷനാണ്. ഈ ടെലിവിഷൻ്റെ അതിലുള്ള ചിപ്പ്, അതായത് ടെലിവിഷനിൽ നിക്ഷേപിച്ചിരിക്കുന്ന എവിടെയുള്ള ചിപ്പ് മുഖാന്തരം ട്രാക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ കേൾക്കുവാനുള്ളൊരു സംവിധാനം മുന്നേ ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് നമ്മുടെ ഈ ഒരു മൊബൈൽ എന്ന് പറഞ്ഞാൽ, അതായത് 8 ക്യാമറ 6 ക്യാമറ 5 ക്യാമറയൊക്കെ പിന്നിൽ, അത് ഈ ക്യാമറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആംഗിള്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ മൊബൈൽ ഇതൊരു സ്ഥലത്ത് വെച്ചിട്ട്, ഈ മൊബൈൽ ഇങ്ങനെ സ്ഥലത്ത് വെച്ചിട്ട് അത് ഓണോ ഓഫോ നമ്മളതൊന്നും അറിയില്ല, ഇങ്ങനെ വെച്ചോ എവിടെയെങ്കിലും ഇരുന്നാൽ ഇറ്റ് ക്യാൻ ഗെറ്റ്. ഇത് നമ്മളിപ്പോൾ ഒരു ബിഗ് ബോസ് പോലെയാണ്. ആലോചിച്ചോളൂ, ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്നിട്ട് നമ്മളിത് കാണുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, നമ്മുടെ സീക്രറ്റ്സ് ഒക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു ടീം തന്നെ വർക്ക് ചെയ്യുന്നു. അതിന് ഒരു ദിവസം പെട്ടെന്ന് നമ്മുടെ മീഡിയയും കാര്യങ്ങളൊക്കെ ഒന്ന് ഹാക്ക്ഡായി, അല്ലെങ്കിൽ ഹാക്ക് ചെയ്ത് ആരെങ്കിലും, എന്നിട്ട് നമ്മുടെ ഒരു അന്ധകം വരുന്നു, നമ്മുടെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും. നമ്മുടെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു വീക്ക്നെസ്, നമ്മൾ പേടിയുണ്ട്, നമുക്കൊരു ഭയങ്കര ഭയമുണ്ട്. നമ്മൾ തുറന്ന് ജീവിക്കാതെ നമ്മളിങ്ങനെ അടഞ്ഞ് നമ്മൾ ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്താൽ വലിയ തെറ്റാണ്, ഇത് ചെയ്തില്ലെങ്കിൽ വലിയ തെറ്റും ശരിയും എന്ന് പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ച് സത്യം പറഞ്ഞാൽ തെറ്റാവുന്നില്ല. കാരണം തെറ്റിൻ്റെ ഒരു ക്ലാരിറ്റി നമുക്കുള്ളതുകൊണ്ട് ശരി എന്താണെന്നുള്ള വ്യത്യാസം മനസ്സിലാകും. അത് സിമ്പിൾ ഫാക്ട്, ലൈക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ബ്ലാക്ക് അല്ലെങ്കിൽ രാത്രി പകലിൻ്റെ ഒരു ഇതറിയണമെങ്കിൽ ഞാൻ പറയുന്നത് ഗുഡ് ആൻഡ് ബാഡ് അങ്ങനെയുള്ള സംഭവമേ ഇല്ല. അല്ലെങ്കിൽ അതിന് രണ്ടിനും അതിൻ്റേതായ മഹാത്മ്യമുണ്ട്. ഗുഡ് ആയാലും ബാഡ് ആയാലും അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ നമ്മൾ ചിലർ പറയാറില്ല, നമ്മൾ എന്താ പറയല്, ലവ് എന്ന് പറഞ്ഞാൽ അതിനൊരു സത്യമില്ല, പക്ഷേ ഹെയ്റ്റ് എന്ന് പറഞ്ഞാൽ അത് സത്യമായിട്ടും. കാരണം ജീവിതകാലം മുഴുവൻ ഹെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഹെയ്റ്റ്. അതുപോലെ
ബ്ലാക്ക് ആയിക്കോട്ടെ വൈറ്റ് ആയിക്കോട്ടെ നന്മയും തിന്മക്കോ അതിൻ്റേതായ ഒരു ക്വാളിറ്റി ആണ്. പക്ഷെ നമ്മളുടെ മനുഷ്യൻ്റെ ഒരു കാരണം ഇതൊന്നും അറിയാത്തവരാണ് ഈ ജീവജാലങ്ങൾ. അവർക്ക് ഇതിലൊന്നും പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പറഞ്ഞാൽ എല്ലാം ഓപ്പൺ ആവണമെന്നല്ല, നമ്മുടെ ഈ ഒരു കാഴ്ചപ്പാട് കുറച്ച് മാറണം. നമ്മൾ ഈ ജാതി മതത്തിൻ്റെ പിന്നാലെ നടക്കുന്നതിൽ ആദ്യം നമ്മൾ മനുഷ്യരായിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു അന്തകൻ തീർച്ചയായിട്ടും നമുക്കൊരു അന്തകൻ, നമ്മളെ മനുഷ്യരാശിക്ക് ഒരു അന്തകൻ എവിടുന്നെങ്കിലും നമ്മൾ നമ്മുടെ മൊബൈലിലൂടെയോ എവിടെയെങ്കിലും ഇരുന്നിട്ട് എനിക്കതിൽ ശരിയായ ഒരു ഫീലാണ്. കാരണം മുസ്ലിംസിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ഇതിലായിക്കോട്ടെ നമ്മൾക്കൊരു മനുഷ്യരുടെ ഇടയിൽ തന്നെ എന്തോ ഒന്ന് സംഭവിക്കാൻ നല്ലതും ചീത്തയെന്ന് ഞാൻ വീണ്ടും പറയില്ല, എന്നാലും ഞാൻ പറയില്ല, പക്ഷേ നമ്മൾക്ക് വരാൻ പോകുന്ന എന്തോ ഒരു ആപത്തോ ഉണ്ട്, അതിൽ നിന്നും നമുക്ക് രക്ഷ നേടേണ്ടതുണ്ട്. അതിൽ നമ്മൾ മാറി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. എനിക്കറിയില്ല ഞാനിതൊക്കെ എന്തിനാണ് പറയുന്നത്, എനിക്ക് ഇതിനുള്ള ഒരു ക്വാളിഫൈഡുള്ള ഒരാളുമല്ല ഞാൻ. ബട്ട് ഐ റീഡ് എ ലോട്ട്. ഞാൻ ചിന്തിക്കാറുണ്ട് ഒരുപാട്. അതാണ് എൻ്റെ ഏറ്റവും എനിക്ക് കിട്ടിയ ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമൊന്നും. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ചോദിച്ചാൽ അതെ. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ദൈവം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈസ് ഡിഫറെൻറ്റ്. ലൈക്ക് പുള്ളി എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ each and every molecules or atoms in this world who's completely energy which is float. നമ്മൾ എന്തിലാണോ നമ്മൾ ഈ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കൺട്രോൾ ചെയ്യുന്ന എന്തോ ഒന്ന്. ഐ ബിലീവ് ഇൻ ദാറ്റ്. അള്ളാഹുന്നോ ദൈവമെന്നോ പ്രപഞ്ചനാഥനെന്നോ എന്ത് വേണം വിളിക്കാം. പക്ഷേ ഞാൻ ഈ മതസൃഷ്ടികളിൽ നിന്ന് പുറത്താണ്. നിസ്കരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇസ്ലാം ആയതുകൊണ്ട് നമസ്കരിക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ പൂജ ചെയ്യണം, അതിലൊന്നും എനിക്കിപ്പോൾ ഒരുപാട് ട്രസ്റ്റൊന്നുമില്ല. ഐ എം സോറി ഫോർ ദാറ്റ്. കാരണം നമ്മൾ കാണുകയാണ്, ഇറ്റ്സ് വെരി ഓപ്പൺ. എവിടെയായാലും കച്ചവടം ഉണ്ട് അവിടെ. ശരിക്കും പറഞ്ഞാൽ ഏത് ദൈവത്തിൻ്റെ ഏരിയയിലും നമുക്ക് ശരി കച്ചവടത്തിൻ്റെ ഒരു ലെവലിലോട്ട് പോയി എന്ന് എന്നാൽ തന്നെ നമുക്ക് മനുഷ്യർക്ക് മനസ്സിലാക്കിയാൽ പോരെ. അപ്പം നമ്മൾക്ക് അത് വിടാം. നമുക്ക് ഞാനൊരു ഇന്ത്യൻ എന്ന് പറയാൻ ഒരുപാട് ഇഷ്ടപ്പെടും. ഞാൻ ജനിച്ചൊരു ഭൂമിയാണ്. അതൊരു ഏരിയയിൽ അത് ഇന്ത്യ എന്ന് പറയുമ്പോൾ that's my hometown and I'm an Indian. So ഈ ഒരു കാര്യം എനിക്കിത് പറയണമെന്ന് തോന്നി. ഞാനിത് എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നു. എന്നിത് ആര് കാണില്ല എനിക്കൊന്നും അറിയില്ല. ബട്ട് ഐ എം അപ്ലോഡിങ്. ഞാൻ എന്തായാലും ഈ ചാനൽ ഓപ്പൺ ചെയ്യാനുള്ള മെയിൻ ഒരു കാര്യം ഇതായിരുന്നു. നമ്മളൊക്കെ ഒരു ദിവസം മരിച്ചു മണ്ണടിയും. സോ നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും ഇതുപോലെ മനുഷ്യരാശിക്ക് വേണ്ടിയിട്ടുള്ള ചിന്താഗതി മാത്രമേ എനിക്കിപ്പോൾ ഉണ്ടായിട്ടുള്ളൂ. മറ്റൊന്നുമല്ല, നമ്മൾ ഈ മൊബൈലായിക്കോട്ടെ, ഞാൻ എന്തിൽ നിന്ന് തുടങ്ങി എന്തിലാണ് എത്തിയെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് പറഞ്ഞു എന്നല്ല, എനിക്ക് മനസ്സിൽ കാര്യങ്ങൾ ഞാൻ തുറന്ന് പറഞ്ഞു. മലയാളം കുറേ ആയി ഞാൻ സംസാരിച്ചിട്ട്. ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്നൊരു മലയാളിയാണ്. സോ ദാറ്റ്സ് ഇറ്റ്. സോ നമ്മൾ പരസ്പരം സ്നേഹിക്കുകയും മലയാളികളായിക്കോട്ടെ ഇന്ത്യൻസായി നമ്മൾ ഇന്ത്യൻസിനെ സ്നേഹിക്കുമ്പോൾ ഒരുപാട് വർഗീയവാദവും അല്ലെങ്കിൽ എടുത്ത് വരാൻ പോകുന്ന എനിക്കറിയില്ല. ഈ പൊളിറ്റിക്സിലൊക്കെ എന്തിനാണ് അവിടെ see, I respected everyone, every position whoever carried out. I don't have any issue with all those them. പക്ഷേ എല്ലാവർക്കും ഒരേ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിൽ ബേസ് വേണം. വി ആർ ഓൾ ഹ്യൂമൻ ബീയിങ്സ്. അതിൽ കൂടുതൽ എന്താ അല്ലേ? വി ആർ ഓൾ ഹ്യൂമൻ. സോ ആര് തെറ്റ് ചെയ്താലും അത് നമ്മുടെ വർഗത്തിന് മതി. ദാറ്റ്സ് ഇറ്റ്. ഇന്ത്യൻ ഹിയർ സൈനിങ് ഓഫ്.